മൈഗ്രെയിൻ ഉള്ള ധാരാളം പേഷ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കാണാം. അമിതമായ മെന്റൽ ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, വർക്ക് പ്രഷർ, ചൈൽഡ്ഹുഡ് ട്രോമ, അവരുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നടന്ന പല സംഭവങ്ങൾ, ഇങ്ങനെ പലതും മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. ഇതൊക്കെ തന്നെ മൈഗ്രെയിനിലേക്ക് എത്തിക്കാം. പല ആളുകളും മൈഗ്രെയിൻ വന്നതും തലവേദന കൂടുതലായി കാണുന്നതും ഇത്തരം സംഭവങ്ങൾക്ക് ശേഷമാണെന്ന് പറയാറുണ്ട്. കുറെ പേർക്ക് മൈഗ്രെയിൻ വന്നതിന് ശേഷം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇത്തരം പേഷ്യൻസിൽ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ പെരിഫറലി തലവേദന മാത്രം കണക്കിലെടുത്ത് മരുന്ന് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള അണ്ടർലൈൻ കണ്ടീഷൻസ് കൂടെ പരിഗണിച്ചുള്ള ചികിത്സ, അത് മെഡിസിൻസ് മാത്രമല്ല, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, മെന്റൽ റീഹാബിലിറ്റേഷൻ, വ്യായാമം, ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ തലവേദന മാത്രമല്ല, ഓരോ രോഗിയുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ ഇൻഡിവിജ്വലിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത്. മൈഗ്രെയിനിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.